ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ യഥേഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തായിഫിലാണ്. അതായത് നമ്മളെ കുട്ടിക്കാലത്തിലെ ചരിത്രത്തിൽ കേൾക്കുന്ന തായിഫ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ സെൻട്രൽ പോയിന്റിലാണ് നമ്മളിപ്പോൾ. ഈ പള്ളി എന്ന് പറഞ്ഞാൽ തായിഫിൻ്റെ സമ്മിറ്റിലാണ്. ഈ പള്ളീൻ്റെ ചുറ്റുമാണ് തായിഫ് ഉണ്ടായി വന്നത്. തായിഫിൻ്റെ ഏരിയകളൊക്കെ ഉണ്ടായി വരുന്നത് ഈ പള്ളീൻ്റെ ചുറ്റുമാണ്. ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വരിക. തായിഫ് എന്ന് പറയുന്നത് ഖുർആനിൽ വരെ പരാമർശിക്കപ്പെട്ട ഒരു പട്ടണങ്ങളിൽപ്പെട്ട ഒരു പട്ടണമാണ്. എപ്പോഴാണ് പറഞ്ഞു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ സമയത്ത് ഖുറൈശികളായിട്ടുള്ള ആളുകളും മറ്റുമൊക്കെ എന്ത് ചെയ്തു, റസൂലുള്ളാഹിനെ കളിയാക്കി ചിരിച്ചു. അത് എന്നിട്ട് പറഞ്ഞു, അതായത് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് തീരെ ഒരു അറിവില്ലാത്ത അല്ലെങ്കിൽ സ്കൂളിലും മദ്രസിലും പോകാത്ത ഒരാളാണ്, അതൊരു ജാഹിലായിട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത ഉമ്മിയായിട്ടുള്ള ഏറ്റവും മാന്യം അറിയാത്തവരാണ്. നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങാനായിട്ട് അന്നത്തെ അറേബ്യയിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതരായിട്ടുള്ള 2 പേർക്ക് ഇറങ്ങുകയായിരുന്നെങ്കിൽ ഓൽക്ക് രണ്ടാക്കുകയാണ് ഇറങ്ങുക, അല്ലാതെ അനക്കല്ലേ ഇറങ്ങുക എന്ന് പറയുന്നുണ്ട്. അതായത് ലൗലാ നുസില അദൽ ഖുർആൻ അതായത് 2 റജുലൈനെ ഖറിയത്തൈനെ ആകുന്നു, അതായത് വണ്ണമാക്കപ്പെട്ട 2 പട്ടണത്തിലുള്ള 2 ആളുകളെ കുറിച്ച് എന്നാണ്. അത് ആരായിരുന്നു എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു തായിഫിലുള്ള ഒരാളും അതേപോലെ മക്കയിലുള്ള 2 ആൾക്കാർ. ഇവർക്ക് ഇറങ്ങുമായിരുന്നു, കാരണം ഇവരാണ് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതർ. ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണെങ്കിൽ അനക്കല്ല ഇറക്കുക, ഓൽക്കൽക്ക ഇറക്കേണ്ടി, കാരണം ഓലല്ല പണ്ഡിതർ, അനക്കെങ്ങനെ അത് ഇറക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് പരിഹസിച്ച ഒരു സംഭവത്തെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഖുർആനിൽ പറയുന്ന ഖറിയത്തൈനി അദീം എന്ന് പറയുന്ന ഒരു വാക്ക് മക്കയും തായിഫും ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെ ഇതിനു വേണ്ടി പറഞ്ഞ 2 നാടുകളാണ്. അപ്പോൾ തായിഫ് എന്ന് പറയുന്നത് വാദി വജ്ജി എന്നായിരുന്നു പഴയ കാലത്ത് അറിയപ്പെട്ടത്. പിന്നീടാണ് തായിഫ് എന്നുള്ള പേര് മഷ്ഹൂറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 3 പ്രാവശ്യമാണ് തായിഫിലേക്ക് വന്നിട്ടുള്ളത്. എപ്പോഴൊക്കെയാണ്? ഒന്ന് തൻ്റെ കുട്ടിക്കാലത്ത്, അതായത് മുല കുടിക്കാൻ വേണ്ടിയിട്ട് ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ ആദ്യം വന്നു തായിഫിലേക്ക്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു പോയി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിന് ശേഷം പ്രബോധനത്തിനായിട്ട് വന്നു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ കല്ലേറും കാര്യങ്ങളും പ്രയാസങ്ങളും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ പ്രാവശ്യം വന്നത് എപ്പോഴാണ്? ഈ തായിഫ് കീഴടക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ 3 പ്രാവശ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തായിഫിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വരവ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹദി ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ അവർ തായിഫിലെ ബനി സഅദ് എന്ന് പറയുന്ന ഗോത്രത്തിലെ അവരുടെ ഒരു ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറബുകളുടെ ഒരു ആദ്യത്തെ പറഞ്ഞാൽ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുലീനതകളായിട്ടുള്ള ബിസിനസ്സുകാരികളായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കൾച്ചറായിരുന്നു ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മുല കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ തീട്ടന്മാരെ പോലും അങ്ങനത്തെ പരിപാടിയൊന്നും നോക്കില്ല. കാരണം ഖദീജ ബിയെ പോലെ ഉന്നതരായിട്ടുള്ള ഗോത്രക്കാരികളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അനിൽ അംബാനി അല്ലെങ്കിൽ മുകേഷ് അംബാനിൻ്റെ പെണ്ണുങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു വേലക്കാരികൾ വെക്കുക എന്നുള്ള അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഖദീജ ബിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സുകാരികളും കാര്യങ്ങളും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്ത് എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ, പ്രസവിച്ച കുട്ടികൾ എന്ത് ചെയ്യും, ബാദിയകളിലേക്ക് പറഞ്ഞയക്കും. ബാദിയകൾ എന്ന ഗ്രാമങ്ങളിലേക്ക് എന്ത് ചെയ്യും, പറഞ്ഞയക്കും. കുറേ ഉദ്ദേശങ്ങളാണ്. ഒന്ന്, മക്ക എന്ന് പറയുന്നത് പല പല ഗോത്രങ്ങൾ വന്ന് ചേരുന്ന ഒരു നാടാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള പോലീസുകാരെ നിങ്ങൾ നോക്കേണ്ടി എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളോട് ഹിന്ദിയാണ് പറയാം, ജൽദി ജാവോ എന്ന് പറയും. സത്യത്തിൽ ഓല ഭാഷ അല്ലേ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓല ഭാഷ അഡാപ്റ്റ് ചെയ്യുന്നത് നമ്മളോട് ജൽദി കരോ ബായ് എന്നൊക്കെ പറയും. അതായത് ഹിന്ദിയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു കൾച്ചറിൽ പണ്ട് മുതലേ അറേബ്യ. അപ്പോൾ പല ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വരികയും പോവുകയും ചെയ്തുകൊണ്ട് തന്നെ മക്കയുടെ ഒരു സംസാരം അല്ലെങ്കിൽ അറബി എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ള ഭാഷയായിരിക്കും, ഒരു പ്യുവറായിട്ടുള്ള സാധനം ഉണ്ടാവും. അപ്പോൾ മക്കയിലുള്ള ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല അറബി ഭാഷ, ഒറിജിനൽ അതിൻ്റെ പ്യുവറായിട്ടുള്ള അറബി ഭാഷ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എപ്പോഴും ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ തുടക്കത്തിൽ തന്നെ മനസ്സിലേക്ക് കയറുന്ന വാക്കൊക്കെ നല്ല അറബിയായിരിക്കും. പിന്നെ വളർന്നതിന് ശേഷം ഭാഷ മാറിയാലും കുഴപ്പമില്ല. 2 ഇതേപോലെ എന്ത് ചെയ്യും, ബാദിയകളിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള സ്ത്രീകളാണ്. ഗ്രാമങ്ങളിലുള്ള നല്ല പച്ചപ്പിനത്തിലൊക്കെ പ്രത്യേകിച്ചും തായിഫിലൊക്കെ ഉള്ള. അപ്പോൾ അവരുടെ മുലപ്പാലൊക്കെ കുടിച്ച് വളരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രാമങ്ങൾ വളരുന്ന കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. മക്ക എന്ന് പറഞ്ഞാൽ വിജനമായിട്ട് വരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. അവിടെ വളരുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് എന്ത് ചെയ്യും, മക്കയിലെ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾ പ്രസവിച്ച ഉടനെ ഇതേപോലെ ബാദിയകൾ ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കും. 1-2 വർഷം മുലകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ മക്കയിലേക്ക് വന്നിട്ട് പിന്നെയാണ് മക്കയിൽ വളരുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തായിഫിലുള്ള പല ഗോത്രങ്ങളുടെ സ്ത്രീകളുടെയും പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്യുക, മക്കയിൽ പോയിട്ട് ഖുറൈശി സ്ത്രീകളുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, അവരെ വളർത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അവരുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ബനി സഅദ് ഗോത്രവും ഇതുപോലെ അതിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു. അതിലെ സ്ത്രീകളൊക്കെ ഇതേപോലെ ഖുറൈശികളെ കുട്ടികളെ വളർത്തിയിട്ടുണ്ടാക്കുന്ന ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഒരു കാലത്ത് എന്ത് ബനി സഅദിൽ ഭയങ്കര ഒരു വരൾച്ച പോലെ, തീരെ മതിയായ പച്ചപ്പൊന്നും ഇല്ലാതെ മഴ കിട്ടാത്തൊരു വരൾച്ചയുടെ സമയം വന്നപ്പോൾ വല്ലാണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരെല്ലാവരും തീരുമാനമെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, മക്കയിൽ പോയിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുവരാൻ എന്ത് ചെയ്യും, ഒരു വരുമാനം കൊണ്ട് ജീവിച്ചു പോകാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, മക്കയിൽ അന്ന് തായിഫിൽ നിന്ന് ബനി സഅദ് ഗോത്രത്തിൽ നിന്ന് എല്ലാവരും കൂടി മക്കയിലേക്ക് പോവാണ്, ഫാമിലികളൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ ആരുണ്ട്, ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവായിരുന്ന ഹാരിസ് എന്നവരും അതേപോലെ അവരുടെ മൂത്ത കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് എന്ന് പറയും. ആ കുട്ടിൻ്റെ ആയപ്പോഴാണ് മുലപ്പാലുണ്ട്, അതായത് ഒരു പ്രസവം കഴിയുമ്പോഴാണല്ലോ ഉമ്മമാർക്ക് മുലപ്പാലുണ്ട്. അപ്പോൾ ആ കുട്ടിൻ്റെ ആയതിൻ്റെ ഒരു മുലപ്പാല ഹലീമ സഅദ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവർ മക്കയിലേക്ക് വരികയാണ്. അപ്പോൾ മക്കയിലേക്ക് വരുന്ന രംഗം ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ വരിക്കുന്നുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഒരു കഴുതുണ്ടായിരുന്നു, ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ചില രൂപത്തിൽ അങ്ങനെ
ഇതിന് രണ്ടും എന്തില്ല, കഴുതയ്ക്ക് നടക്കാനുള്ള ഒരു ആരോഗ്യമില്ല. ഒട്ടകം എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകങ്ങളുടെ രീതി വെച്ചാൽ നല്ല ആരോഗ്യത്തിൽ ഇതിനെ യാത്രക്ക് ഉപയോഗിക്കും. ആരോഗ്യം പറ്റാൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം കോരാൻ ഉപയോഗിക്കും. വെള്ളം കോര പറഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് കിടക്കുക, വേക്കോട്ട് കിടക്കുക, അതാണ് അവസാന കാലഘട്ടം. അതായത് ആദ്യം കുട്ടിക്കാലത്ത് ചെറിയ യാത്രകൾക്ക്, പിന്നെ യുദ്ധത്തിന്, പിന്നെ എന്ത് ചെയ്യാണ് വെള്ളം കോരാൻ. അതായത് വെള്ളത്തിന് ജസ്റ്റ് മുമ്പോട്ട് എടുക്കുക, വേക്കോട്ട് എടുക്കുക, മുമ്പോട്ട് എടുക്കുക, കോര കെട്ടിയിട്ട് അതായത് അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ പറ്റ ഒരു ഒട്ടകം, തീരെ ഒരു പാലൊന്നും ഇല്ലാത്തൊരു ഒട്ടകവും പിന്നെ ഒരു കഴുതയും പിന്നെ ഞങ്ങൾ 3 ആളുകളുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബനീസായത്തിൽ നിന്ന് പോരുമ്പോൾ ബാക്കിയുള്ളവർക്ക് മുമ്പ് പോയിട്ട് ഇന്നെങ്ങനെ എന്ത് ചെയ്യും, യാ ബിന്തു അബീദി അങ്ങനെ എന്താണ് അവരെ സ്ഥാനം വിളിപ്പേര്. ഇതൊന്ന് വേഗം നടക്കുന്നുണ്ടോ, ഇതൊന്ന് വരുന്നുണ്ടോ, അതായത് ഞങ്ങൾ പോട്ടെ എന്നുള്ളവർക്ക് ഇവരൊക്കെ അത് മുമ്പിൽ പോവാണ്. അപ്പോൾ ഇതിലുള്ള ഒരു ആരോഗ്യമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ബാക്കിലായി പോവാണ് ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ പലപ്പോഴും. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ട് അവരൊക്കെ ഓടിയെത്തി അങ്ങനെയാണ് മക്കയിലേക്ക് വരുന്നത്. എത്രത്തോളം അവർ പറഞ്ഞ വെച്ചാൽ ഈ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയാണ് അവരെ കൂടെ ഉള്ളത്. ഈ കുട്ടി എന്തെങ്കിലും രാത്രിയാകുമ്പോൾ ഉറങ്ങൂല. കാരണം എന്താണ്, ഹലീമ സാദിയ റളിയല്ലാഹു അൻഹാക്ക് മതിയായ മുലപ്പാലുണ്ടായിരുന്നു. കാരണം അന്നവിടെ വരൾച്ച സമയത്ത് ഇവർക്ക് മതിയായ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇതെപ്പോഴും വിശന്നിട്ട് കരയാണ് ചെയ്യുക ഈ കുട്ടി. എന്നിട്ട് എന്ത് ചെയ്യും, ടെൻറ്റിൽ രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ കുട്ടി കരയും വിശന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെട്ട് അവർ മക്കയിലിറങ്ങി. അങ്ങനെ മക്കയിൽ എന്ത് ചെയ്യും, എല്ലാ വീടാന്തരം എന്ത് ചെയ്യും, ഓരോ സ്ത്രീകൾ കയറി ഇറങ്ങും. അപ്പോൾ ഈ കയറി ഇറങ്ങുന്നവരൊക്കെ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ കൂടി ആദ്യം പോകുന്നുണ്ട്. അതായത് അവിടെ കുട്ടി ജനിച്ചിട്ട് പറയുമ്പോൾ അവിടെ പോകും. പക്ഷെ അവിടെ നോക്കുമ്പോൾ എന്താണ്, ഈ കുട്ടി അനാഥ കുട്ടിയാണ്. അതായത് ഉമ്മ മാത്രമേ ഉള്ളൂ. ഉപ്പ എന്ത് ചെയ്ത് കുട്ടി ജനിക്കുന്നതിന് അബ്ദുള്ളാഹിൻ്റെ റസൂലുള്ളാഹി ജനിക്കുന്നതിന് ഉമ്മനെ വഫാത്തായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉപ്പാരാണ് എന്ത് ചെയ്യുക, എന്തെങ്കിലും പൈസ സമ്മാനമൊക്കെ കൊടുക്കുക. അതായത് ഓരോരുത്തർ നിന്നാണ് വരുമാനം കിട്ടും. ഉമ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും കുട്ടീനെ നോക്കും. അനാഥയാണ് പറയുമ്പോൾ എല്ലാവരും വെച്ചിട്ട് എന്ത് ചെയ്യും, അടുത്ത വരേക്ക് പോകും. അങ്ങനെ എന്ത് ചെയ്യാണ്, പോവാണ്. അപ്പോൾ ഓരോരുത്തരും ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ അടക്കം എന്ത് ചെയ്തു, റസൂലുള്ളാഹിനെ നോക്കി പോയിന്. എല്ലാവരും ഈ അനാഥ കുട്ടി, അപ്പം വേറെ കുട്ടികളെ കിട്ടുമോ, കുറച്ചൊരു ബാപ്പിയൊക്കെ ഉള്ള കുട്ടികളെ കിട്ടുമോ എന്നുള്ള അങ്ങനെ നോക്കിയിട്ട് അവസാനം രാത്രിയായപ്പോൾ എല്ലാവർക്കും കുട്ടികളെ കിട്ടി. ആർക്കും ഒരു കുട്ടീനെ കിട്ടിയില്ല. ഹലീമ ബീവിക്ക് മാത്രം എന്ത് ചെയ്യില്ല, കുട്ടികളെ കിട്ടിയില്ല. അപ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്തു, എല്ലാവരും ഇതാക്കി. അങ്ങനെ തിരിച്ച് അന്ന് രാത്രി മക്കയിലെ ടെൻറ്റിലെത്തിയിട്ട് എന്ത് ചെയ്യാണ്, ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയാണ്, നമ്മൾ ഇനി എന്താ ചെയ്യുക, അതായത് നമുക്ക് ഇനി തിരിച്ച് കുട്ടികളില്ലാതെ തിരിച്ചു പോകും, എല്ലാവർക്കും കുട്ടികളെ കിട്ടിയിട്ട് നമുക്ക് മാത്രം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഹലീമ സാദിയ റളിയല്ലാഹു നമുക്ക് ആ അനാഥ കുട്ടീനെ ഒന്ന് അവരെ കൊണ്ടുപോകാം. അതായത് ഏതായാലും ഇല്ലാതെ വെറും കൈയോടെ ഇനിയിപ്പോൾ ഓലപ്പോൾ പോകാറുമ്പോൾ നമുക്ക് ഇതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ അനാഥ കുട്ടീനെ നമുക്ക് എടുത്താലോ എന്ന്. അപ്പോൾ ഹാരിസ് എന്നവർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യുക, ആ അനാഥ കുട്ടീനെ നമുക്ക് കൊണ്ടുപോകാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും, കാരണം വാപ്പാൻ്റെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുക, ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഇത് തന്നോളും എന്നുള്ള രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യാണ്, പിറ്റേന്ന് ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ നബീൻ്റെ അടുത്ത് പോയിട്ട് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റുവാങ്ങണം. കൊച്ചു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടീനെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ടെൻറ്റിലേക്ക് തിരിച്ചു വരിക. ടെൻറ്റിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അവർ യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ഉപ്പയായിരുന്ന ഹാരിസ് എന്നവരെന്ത് ചെയ്യാണ്, നേരെ പോയിട്ട് കുറച്ച് പാല് കിട്ടുമെന്ന് വേണ്ടിയിട്ട് ആ ഒരു തീരെ പാല് കിട്ടാത്തൊരു ഒട്ടകമാണ് ഓരോരുത്തരുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഇവരാണ് ചെന്ന ഉടനെ പാല് കറന്നപ്പോൾ എന്ത് ചെയ്തു, ധാരാളം പാല് ഏത് ഒട്ടകത്തിന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ അവരുടെ കുട്ടിയായ അബ്ദുള്ള എന്നൊരു കരച്ചിൽ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, എടുത്ത് മാറോട് ചേർത്തു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു, മുല കൊടുക്കാൻ നോക്കും. ഹലീമ സാദിയ റളിയല്ലാഹു അൻഹക്കും ധാരാളം കുട്ടിക്കും കൊടുക്കാണ്ട്. പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് റസൂലുള്ളാഹിക്കും ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതം അങ്ങോട്ട് മാറാൻ തുടങ്ങണം മക്കത്ത് എന്ന് വെച്ചിട്ട്. അതായത് എല്ലാം ബർക്കത്തോണ്ട് ബർക്കത്ത് ആ കുടുംബത്തിൽ. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അവർ യാത്ര ആരംഭിക്കുകയാണ്. ഇത് തിരിച്ച് തായിഫിലേക്ക് വരികയാണ്. ആ യാത്ര ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ എല്ലാവരും ഇന്നെ ഇത് വരുന്നുണ്ടോ, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിരുന്ന ആൾക്കാർ ഇവർ പിന്നെ ഇൻ്റെ ഒപ്പം എത്തണില്ല. അതായത് ആ ഒട്ടകത്തിനൊക്കെ ആരോഗ്യം കൂടി, കഴുതൊക്കെ ആരോഗ്യം കൂടി, എനിക്ക് ആരോഗ്യം കൂടി, എല്ലാവർക്കും ബർക്കത്തുകൊണ്ട് ബർക്കത്ത്. എൻ്റെ ഇതിൽ ഇഷ്ടം പോലെ പാല്. അപ്പോൾ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തോടു കൂടി അവരുടെ ജീവിതം മൊത്തം മാറിയിട്ട് എന്ത് ചെയ്തു, പിന്നെ അവർ തിരിച്ചു പോകണം. അങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെ ആദ്യത്തെ വരവ് തായിഫിലേക്ക് ഉണ്ടായിരുന്നത്. എത്രത്തോളം വെച്ചാൽ തായിഫിൽ എത്തിയതിന് ശേഷം അവരുടെ ബർക്കത്ത് കാരണം അന്നൊരു വരൾച്ചക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും ഈ ആടുകൾ എന്ത് ചെയ്യും, മേയ്ക്കാൻ വിടും. അപ്പോൾ എല്ലാവരും മേയിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോൾ എല്ലാവർക്കും എന്ത് മതിയായ ഇലയും കാര്യങ്ങളും കിട്ടാനായിട്ട് ഉണങ്ങിയിട്ടാണ് ആടുകളൊക്കെ വരിക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വീട്ടിലേക്ക്, അത് ഹലീമ ബീവിൻ്റെ ആടുകൾ മാത്രം വയറ് നിറഞ്ഞ് നല്ല കുട്ടപ്പന്മാരായിട്ട് വരിക. അപ്പോൾ പിന്നെ അവിടെയുള്ള സ്ത്രീകൾക്ക് പറഞ്ഞു, ഈ അടിമകളുണ്ടാവില്ല, അതായത് ആടുകൾ നോക്കുന്ന ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഓല അവിടെ നോക്കണം, അവിടെ തന്നെ നോക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നോക്കി, പക്ഷേ അയറ്റേക്ക് കിട്ടണ മാതിരി ഞങ്ങൾ ആടുകൾക്ക് കിട്ടുന്നില്ല. നോക്കുന്ന സ്ഥലം മാറിയതല്ല, പക്ഷേ അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ബർക്കത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അയറ്റേക്ക് വെള്ളം എന്നറിയാം, ആടുകൾക്ക് ഇഷ്ടംപോലെ പാലുണ്ട്, ഇവർക്ക് ആർക്കും എന്തെങ്കിലും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുപാട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വയസ്സ് വരെ ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ ഈ തായിഫിലാണ്. ഇപ്പോൾ നമ്മൾ ഈ തണുപ്പത്തും അങ്ങനെ ഇതാണ് ഇപ്പോൾ അതിൻ്റെ മക്കയിലെ പറഞ്ഞു വരണ്ട കാലാവസ്ഥയും. ഈ കാലാവസ്ഥയിൽ കുട്ടികൾ വളർന്നാൽ നമുക്കറിയാലോ ഒരു ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ തായിഫിലേക്ക് റസൂലുള്ളാഹിയായിട്ട് ബന്ധം വരുന്നത്. പിന്നീട് 2 വയസ്സിന് ശേഷം ആ ഒരു വയറ് കീറുകയും മറ്റേ ഇതെടുത്തിട്ട് കഴുകുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായപ്പോൾ അവർ ഹലീമ സാദിയ റളിയല്ലാഹു അൻഹ പേടിക്കുകയും തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കും, അങ്ങനെ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് കഴിഞ്ഞ് നുബുവത്ത് കിട്ടിയതിൻ്റെ ശേഷമാണ് പിന്നത്തെ വരെ. എപ്പോഴാണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി നുബുവത്ത് കിട്ടി കുറേ കാലം വർഷങ്ങളോളം എന്ത് ചെയ്തു, മക്കയിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് എന്ത് ചെയ്തു, പ്രബോധനം നടത്തി. ഏതുവരെ നമ്മൾ ആ ഒരു 3 വർഷത്തോളം ഉപരോധം നടത്തിയെന്നാണ് ആ ഷേബിൽ ആ ഉപരോധം നടത്തുന്നത്. ആ ഉപരോധത്തോട് കൂടി എന്ത് ചെയ്തു, ആ ഉപരോധം 3 വർഷം വളരെ പ്രയാസപ്പെട്ട ആ ഉപരോധത്തിലാണ് അബൂ താലിബ്
വന്നവർ രോഗബാധിതനായി. ഖദീജ ബി രോഗബാധിത, കാരണം മതിയായ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഇട്ടി. അതിൻ്റെ ശേഷം അവർ രണ്ടുപേരും എന്ത് ചെയ്യും, കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു രണ്ടുപേരും വഫാത്താകും. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നൊരു ഹദീസ് ഉണ്ട്, അതായത് അബൂ താലിബ് ഹയാത്തുള്ളിടത്തോളം കാലം ശത്രുക്കളിനെ അതായത് മേത്തൊന്നും ചെയ്യില്ലായിരുന്നു, അതായത് എൻ്റെ ശരീരത്തിൽ വല്ലാണ്ട് ഒന്നും ചെയ്യില്ലായിരുന്നു, പറച്ചിലും കളിയാക്കലും മാനസികമായിട്ട് പീഡിപ്പിക്കും. പക്ഷേ അബൂ താലിബ് ഉള്ളിടത്തോളം എന്നെ മേത്തൊട്ട് കളിച്ചില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ അബൂ താലിബ് പോയതോടുകൂടി അബ്ബലെന്ത് കുറേശ്ശികൾ മേത്ത് തുടങ്ങി ആക്രമിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ പുറത്ത് അബൂ താലിബിൻ്റെ സംരക്ഷണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഖദീജ ബി നോക്കി അങ്ങനെ റസൂലുള്ളാഹി അങ്ങനെ കൊണ്ടുപോയിരുന്നത്. പെട്ടെന്നാണ് ഒരൊറ്റ സുപ്രഭാതം ഒരു കുറച്ച് സമയം കൊണ്ട് ഇവർ മാസത്തിൻ്റെ ഗ്യാപ്പിൽ രണ്ടുപേരും വഫാത്താണ്. അതോടുകൂടി മക്കയിൽ പിന്നെ നിൽക്കാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായപ്പോൾ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന സ്വന്തം മകനെ ആ ചരിത്രങ്ങൾ ബസ്സിന് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. റസൂലുള്ളാഹിന്റെ മകനെ പോലെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ്, റസൂലുള്ളാഹിന്റെ മോൻ സെയ്ദ് എന്നായിരുന്നു മുമ്പ് വിളിക്കുക. പിന്നെ ആയത്തിറങ്ങി ഇങ്ങനെ പിതാക്കന്മാരിലേക്ക് മാത്രം ചേർത്ത് വിളിക്കാമെന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് പേര് മാറ്റി. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്യണം, പ്രബോധനത്തിനായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, സഖീഫ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ അവരുടെ തലവന്മാർ അവരൊക്കെ പോയി കാണുകയാണ്, ഇങ്ങനെ ഞാനൊരു പ്രവാചകനാണ്. പക്ഷേ ഇവരാരും എന്ത് ചെയ്തില്ല, റസൂലുള്ളാഹിനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരെന്ത് ചെയ്തു, റസൂലുള്ളാഹി പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ അംഗീകരിച്ചില്ലേ വേണ്ട, പക്ഷേ ഞാനിവിടെ തായിഫിൽ വന്നതോ പ്രബോധനം നടത്തി നിങ്ങൾ എന്ത് ചെയ്യരുത്, ദയവ് ചെയ്തിട്ട് കുറേശ്ശികളെ അറിയിക്കരുത്. കാരണം ഞാൻ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മക്കത്ത് മാത്രമല്ല ഇനി പുറത്ത് പോയിട്ട് ഞങ്ങൾക്കെതിരെ ആളുണ്ടാക്കുകയാണോ എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഇന്ന മക്കത്തേക്ക് കയറ്റിക്കോളുന്നില്ല, ഇന്ന ചിലപ്പോൾ എന്ത് ചെയ്യും കൊല്ലാൻ സാധ്യത, കാരണം ഇന്നവിടെ തടയാൻ എനിക്കില്ല, അബൂ താലിബിനെ പോലത്തെ ഒരാൾ എനിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഇവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട, പക്ഷേ എന്ത് ചെയ്യുക ഞാൻ ഇവിടെ വന്നതോ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതോ എന്ത് ചെയ്ത് നിങ്ങൾ കുറേശ്ശികളെ അറിയിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് അതുപോലും എന്ത് ചെയ്യില്ല അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അന്നത്തെ കുട്ടികളെയും പിരാന്തന്മാരെയൊക്കെ വിളിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹി പോയാൽ നമ്മൾ നേരത്തെ കണ്ട വഴിയില്ലേ, ആ വഴിയിൽ കൂടെ റസൂലുള്ളാഹി പോകുമ്പോൾ എന്ത് ചെയ്തു, കല്ലെടുത്ത് എറിയിപ്പിച്ചു എന്നാണ്, തെറി വിളിച്ചു, കൂക്കി വിളിച്ചു. അന്ന് അപ്പോൾ ഇരുന്ന പള്ളിയാണ് നമ്മളപ്പോൾ നേരത്തെ കണ്ട മസ്ജിദുൽ ഖുബ എന്നൊക്കെ പറയും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വരവ് എന്ന് പറയും. പിന്നെ അവിടെ തിരിച്ചു പോയതും പിന്നെ മക്കയിലേക്ക് കയറാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി മക്കയിലേക്ക് കയറി അവർ വധിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഉഹദ് യുദ്ധം നമ്മൾ മദീനയിൽ വെച്ച് നടന്ന യുദ്ധമാണ്, ഇസ്ലാമിക രണ്ടാം വർഷത്തിൽ മൂന്നാം വർഷത്തിൽ നടന്ന യുദ്ധമാണ് ഉഹദ് യുദ്ധം. അപ്പോൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ യുദ്ധങ്ങളിലൊന്നാണ് ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിക്ക് തലക്ക് വെട്ടേറ്റു, മുൻപല്ലുകൾ പൊട്ടി, അതേപോലെ രണ്ട് ആണി ഈ തലയിലിടുന്ന അങ്കില്ലേ അതിൻ്റെ രണ്ട് ആണികൾ കല്ലേറ് കൊണ്ടിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് തറച്ചിക്ക്, അങ്ങനെ ഗംഭീരമായിട്ട് ഒരുപാട് പരിക്കുകളും ഒരു കുഴിയിൽ വീണു. ഹംസ റളിയല്ലാഹു വഫാത്ത്, റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വഫാത്ത്, അങ്ങനെ ഭയങ്കര വേദനയിലിരിക്കണം. അപ്പോൾ ആയിഷ ബീവി ഉണ്ടെന്ന്, ആയിഷ ബീവി അന്നൊക്കെ മക്കയിലൊക്കെ ഉണ്ട് ചെറിയ. അപ്പോൾ അന്ന് ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലുള്ളാഹി ഇതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ദിവസം, കാരണം ഇതിലും വലിയ പ്രയാസം അവരാരും കണ്ടിട്ടില്ല. സ്വന്തം ശരീരത്തിൽ ഏറ്റവും മാനസികമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു പോലുള്ള വഫാത്തായി, ഷഹീദായി. അപ്പോൾ അവർ ഇതായിരിക്കും. അപ്പോൾ അവർ ചോദിച്ചു ഇതല്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട ദിവസം റസൂലുള്ളാഹി ചോദിച്ചു. റസൂലുള്ളാഹിനല്ല, എൻ്റെ ജീവിതത്തിൽ ഇതിലും പ്രയാസപ്പെട്ടതൊക്കെ എന്ത് കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഈ തായിഫിലേക്കുള്ള വരവ് പറയുന്ന ഹദീസാണ് എന്ത്, ഞാനിങ്ങനെ തായിഫിലേക്ക് വരികയും തിരിച്ചു പോകുമ്പോൾ ഒരു കല്ലെറിയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് രണ്ടാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി തായിഫിലേക്ക് വരുന്നത്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി അങ്ങോട്ട് വരുന്നപ്പോഴാണ് ഈ തായിഫ് കീഴടക്കാൻ വേണ്ടിയിട്ട്. അതെപ്പോഴാണ്, അതായത് ഹിജ്റ 8-ാം വർഷം മക്കം കീഴടക്കിയതിന് ശേഷം നമ്മൾ ഹുനൈൻ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞില്ല വഴിയിൽ, അതായത് ഇവിടെ നിന്നുള്ള 30,000-ഓളം തായിഫുകാർ എന്ത് ചെയ്യുന്നു, റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരികയും റസൂലുള്ളാഹി 12,000-ഓളം പേരുമായിട്ട് മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. വാദിയ ഹുനൈനിൽ വെച്ച് എന്ത് ചെയ്തു, ആ യുദ്ധം നടന്നു എന്നുള്ളത്. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവർ പിന്തിരിഞ്ഞ് ഓടി. അവരെന്ത് ചെയ്തു, ഇന്നിപ്പോൾ ഈ പള്ളിയിൽ അതിൻ്റെ അടുത്തായിരുന്നു ആ കോട്ട ഉണ്ടായിരുന്നു, വലിയൊരു കോട്ട. അപ്പോൾ ആ കോട്ടയിൽ എന്ത് ചെയ്തു, അവർ കയറി നിൽക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വഹാബത്ത് 40 ദിവസത്തോളം അവർ ഉപരോധിച്ച് നോക്കി. പരമാവധി കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട് പല രീതിയിലും ശ്രമിച്ചു നോക്കി. എത്രത്തോളം വെച്ചാൽ മറ്റേ കല്ല് ആ മെഷീനിൽ വെച്ചിട്ട് വലിച്ചു വിടുന്ന സംഭവമില്ലേ, അതുവരെ എന്ത് ചെയ്തു, അതുവരെ ശ്രമിച്ചു. പക്ഷേ എത്രതായിട്ടും അന്നത്തെ കോട്ടൻ്റെ ഒരു പവർ കാരണം എന്ത് ചെയ്യില്ല, കീഴടക്കാൻ കഴിഞ്ഞില്ല. അവസാനം റസൂലുള്ളാഹി 40 ദിവസമായപ്പോൾ എന്ത് ചെയ്തു, സാഹബത്തിനോട് നമ്മൾ എന്ത് ചെയ്യുക, പിരിഞ്ഞു പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ ഒരു ദിവസം വന്ന് കീഴടക്കുക എന്ത് ചെയ്യാൻ, ഇനി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ചില സാഹബത്ത് പറഞ്ഞു, റസൂലുള്ളാഹി 40 ദിവസം നമ്മൾ ശ്രമിച്ചില്ല, ഇനി ഇപ്പം പോകണം, കുറച്ചുകൂടി ശ്രമിച്ചു നോക്കാന്ന്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കിയെന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യാണ്, അവർ ആ കോട്ടൻ്റെ അടുത്തേക്ക് പോയപ്പോൾ മുകളിൽ നിന്ന് അവർ അമ്പ ചെയ്യുകയും ചിലർക്കൊക്കെ പരിക്ക് പറ്റി. അപ്പോൾ അവർ തിരിച്ചു വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാഹി എന്നാൽ പോവല്ലേ. അപ്പോൾ റസൂലുള്ളാഹി നിങ്ങളോട് അതിനെല്ലാം ഞാൻ പറഞ്ഞു പോവാ എന്ന് അങ്ങനെ ഒരു ഹദീസുണ്ട്. അതായത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ഒന്നുകൂടി ആവേശം കൂടിയപ്പോൾ എന്ത് ചെയ്തു, പിന്നെ പരിക്ക് പറ്റി. അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി കീഴടക്കാൻ വന്നു എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പ്രാവശ്യം തായിഫിലേക്ക് വരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം റസൂലുള്ളാഹി വരികയും ആ ഒരു ഹിസാർ സമയത്ത്, അതായത് ആ കോട്ട ഉപരോധിച്ച് നിൽക്കുന്ന സമയത്ത് അന്ന് റസൂലുള്ളാഹി സ്കെച്ച പള്ളിയാണ് ഇപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ പള്ളി. ഇതാണ് മസ്ജിദ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ പേര്. യഥാർത്ഥത്തിൽ ഈ പള്ളിൻ്റെ ആദ്യത്തെ പേര് മസ്ജിദ് റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ പള്ളി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ ഉപരോധ സമയത്ത് റസൂലുള്ളാഹി ഈ പള്ളിയിലായിരുന്നു അന്ന് നിസ്കരിക്കുകയും കുബ്ബൊക്കെ ഉണ്ടായിരുന്നു അവിടെ.
അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്ക മദീന ഒഴിവാക്കി തായിഫിൽ വന്ന് താമസമാക്കി. കാരണം ഈ മക്കൻ്റെ മദീനന് പവർ ആലോചിച്ചിട്ട്, കാരണം അവിടെ തെറ്റ് ചെയ്യണത് പേടിച്ചിട്ട് അവർ ഇവിടെ നിന്നാണ് താമസിക്കുന്നത്. അങ്ങനെ അവരിവിടെ വഫാത്തതിന് ശേഷം അവരുടെ ഖബർ ഇപ്പോൾ ഈ പള്ളിനോട് ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ശേഷം പിന്നീട് ഈ പള്ളി എന്ത് ചെയ്തു, മസ്ജിദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള പേരിലാണ് പ്രസിദ്ധമായത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഇൻഷാ അല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ സിയാറത്ത് ചെയ്യും. അതേപോലെ ചില റിവായത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ആരുണ്ട്, മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആരാണ് മുഹമ്മദ് അൽ ഹനഫിയ? ഞങ്ങൾ എത്ര പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ്. അതായത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാർ അവരുടെ സഹോദരനാണ് ഈ മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്നത്. പക്ഷേ ഫാത്തിമ ബിയിലുള്ളതല്ല. അതായത് ഫാത്തിമ ബി വഫാത്ത് ആയതിന് ശേഷം ഹനീഫ ഗോത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു, അലി റളിയല്ലാഹു ഒരു കല്യാണം അയച്ചിരുന്നു. അപ്പോൾ അതിലുണ്ടായ കുട്ടിയാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ അവരുടെ ഒറിജിനൽ പേര് മുഹമ്മദ് ബിൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്നാണ്. പക്ഷേ ഇവർ എപ്പോഴും ഈ ഒരു ഫാത്തിമാവിൻ്റെ കുട്ടിയല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ എന്ത് ചെയ്തു, മുഹമ്മദ് അൽ ഹനഫിയ എന്ന് ഉമ്മയിലേക്ക് ചേർത്തിട്ടാണ് പലപ്പോഴും അവരെ വിളിക്കാറുള്ളത്. കാരണം അലി റളിയല്ലാഹുവിൻ്റെ കുട്ടികൾ വരുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ആരേ വരുള്ളൂ, ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ വരുള്ളൂ. അപ്പോൾ ഈ 6 ഉമ്മയിലുണ്ടായതാണെന്നുള്ള ഓർപ്പിക്കാണ്ട് അലി റളിയല്ലാഹുവിലേക്ക് ചേർക്കാതെ എന്ത് ചെയ്യും, ഉമ്മയിലേക്ക് ചേർത്തിട്ട് മുഹമ്മദ് അൽ ഹനഫിയ എന്നാണ് അവർ അറിയപ്പെടുക. ഈ മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്ന സഹോദരൻ, ഇളയ സഹോദരൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്മാരായ ഇവരെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു കാര്യത്തിലും എപ്പോഴും ഭയങ്കര ബഹുമാനം. എത്രത്തോളം വെച്ചാൽ ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു ഈ മുഹമ്മദ് അൽ ഹനഫിയെ നമ്മൾ തെറ്റി, ചെറിയൊരു ജ്യേഷ്ഠാഞ്ചന്മാരാണ്, ഒരു വീട്ടിൽ വളർന്ന കുട്ടികളാണ്. അപ്പോൾ തെറ്റിയെന്നാണ്. അപ്പോൾ തെറ്റിയപ്പോൾ എന്ത് ചെയ്തു, മുഹമ്മദ് ബിൻ ഹനഫി ഒരു കത്ത് എഴുതി, നിങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിൻ്റെ പേരെടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, സുൽഹാക്കണം. അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ശരിയാക്കണം. അപ്പോൾ എന്നിട്ട് അടിയിൽ കാരണം എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, സുൽഹാക്കി അതിൻ്റെ കൂലിയും കൂടി നിങ്ങൾക്ക് കിട്ടണം. അതായത് ഞാൻ അങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും, നിങ്ങളെ ദർജ കുറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളാണ് നന്നാക്കിയെന്നുള്ള പേരും അത്രത്തോളം എന്ത് ചെയ്ത് ജ്യേഷ്ഠനെ ബഹുമാനിക്കുകയും മറ്റും ചെയ്തിരുന്ന ഒരാളാണ് മുഹമ്മദ് അൽ ഹനഫിയ. പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ കൂടെ പല യുദ്ധങ്ങളുണ്ട്. ഈ ജമലി സുഫീൻ എന്നൊക്കെ പറഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ പല യുദ്ധങ്ങൾ, അലി റളിയല്ലാഹുവിൻ്റെ ഖലീഫായ സമയത്ത് യുദ്ധങ്ങളുണ്ടാവും മതി. കൊടി ആരുടെ കയ്യിലുണ്ടാവും, ഈ മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുമ്പോൾ ഭയങ്കര ആരോഗ്യമുള്ള ഒരാൾ. അപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ നമ്മളോട് ഈ ചരിത്രത്തിൽ കേൾക്കൂല യുദ്ധത്തിൽ. കാരണം എന്താ, ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ നല്ലോണം സേഫായിട്ടാണ് അലി റളിയല്ലാഹു വെക്കുക. അപ്പോൾ ഈ മുഹമ്മദ് അൽ ഹനഫിനെ മുമ്പിൽ വിടും ചെയ്യും, കാരണം യുദ്ധത്തിന് അതായത് നേതൃസ്ഥാനം കൊടുത്തിട്ട്. അപ്പോൾ ആരോ കുറച്ച് സാഹബത്ത് സാഹബത്ത് മീൻസ് അപ്പം ഉണ്ടായിരുന്ന കുറച്ച് ജനങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് അൽ ഹനഫിൻ്റെ അടുത്ത് പോയിട്ട് നോക്കുക, എൻ്റെ വാപ്പുണ്ടില്ല, എൻ്റെ വാപ്പാക്ക് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ ബാക്കിൽ നിർത്തിയിട്ട് ഓരോ സംബന്ധിച്ച് അന്നെ മുമ്പിലാണ് വിട്ടാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലില്ല അലി റളിയല്ലാഹു വാപ്പാക്ക് വലിയ പേടിയൊന്നുമില്ല, ഓൽക്ക് 2 ആൾക്കും എന്തെങ്കിലും പറ്റുക. അപ്പോൾ മുഹമ്മദ് അൽ ഹനഫി ഇങ്ങനെ ചിരിച്ചാട് പറഞ്ഞിട്ടുണ്ട്, ആ ഓൽ 2 ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ 2 കണ്ണുകളാണ്, ഞാനെൻ്റെ ഉപ്പാൻ്റെ കൈയാണ്, ഉപ്പ കൈ കൊണ്ട് എന്ത് ചെയ്യാണ്, അവരുടെ കണ്ണുകളെ പൊത്തി പിടിച്ചതാണ്. അതായത് അലി റളിയല്ലാഹുവിൻ്റെ കണ്ണുകളാണ് ഹസൻ ഹുസൈൻ, ഞാൻ അവരെ കൈയാണെന്ന് പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നിരാശരാക്കി വിടുന്നുണ്ട്. അതായത് ജ്യേഷ്ഠന്മാർക്കെതിരെ ഉപ്പാർക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന്. അപ്പോൾ ഈ മുഹമ്മദ് അൽ ഹനഫിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു, അവരും ഇവിടെ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൂടെ വഫാത്തായി കിടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ആരോഗ്യം പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്, ജസ്റ്റ് അതും കൂടി പറഞ്ഞുതരാം. ഭയങ്കര ഹൈറ്റ് ആയിരുന്നു, അതേപോലെ നല്ല ആരോഗ്യമായിരുന്നു. അന്നത്തെ ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും ആരോഗ്യമുള്ള ആളായിരുന്നു ഈ മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്നത്. ഒരിക്കൽ റോമിൽ നിന്ന് അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു, ഈ മുആവിയ റളിയല്ലാഹു ഖലീഫ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, 2 ആൾക്കാരെ വിട്ടു. എന്നിട്ട് ഒരു കത്ത് എടുത്തു, എൻ്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആളാണ് ഒരാൾ, എൻ്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള ഒരാളാണ് 2ാമത്തെ ആൾ, നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ആർക്കാർക്ക് പകരം വെക്കാൻ. അത് അന്നത്തെ രാജാക്കന്മാരുടെ ഹോബിയാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹുവിൻ്റെ കത്ത് ഇങ്ങനെ വായിച്ചു, 2 ആൾ നോക്കി, നല്ല ഹൈറ്റുള്ള ഒരാൾ, നല്ല ആരോഗ്യമുള്ള ഒരാൾ. അപ്പോൾ സാഹിബിനോട് ആരപ്പം പേരൊരു പകരം വെക്കുന്നത് മറുപടി കൊടുക്കാൻ നമ്മളെടുത്തില്ല. സാഹിബ് തന്നെ എന്തിനാ 2 ആൾ മുഹമ്മദ് അൽ ഹനഫിനെ വിളിച്ചാൽ മതിയല്ലോ. അങ്ങനെ മുഹമ്മദ് അൽ ഹനഫിയ റളിയല്ലാഹുവിനെ വിളിച്ചു. മുഹമ്മദ് അൽ ഹനഫിയ റളിയല്ലാഹുവിനെ നേരെ ഹൈറ്റുള്ള ആൾ എന്ന് പറഞ്ഞ അയാളടുത്ത് പോയാണ് നിന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, കുറച്ച് ഉയരം കൂടുതലാരാണ് മുഹമ്മദ് അൽ ഹനഫിയ. അപ്പോൾ ആദ്യത്തെ ആൾ തോറ്റു എന്നാണ്. 2ാമത്തെ ആളോട് ജില്ല ആരോഗ്യമുള്ള ആൾ എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ ഇരിക്കും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, എന്നെ പൊന്തിക്കുക, എന്നിട്ട് പിന്നെ ഞാനിരിക്കും വെച്ചൊന്ന് പൊന്തിച്ച് നോക്കുക. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യം എന്ത് ചെയ്തു, അയാൾ ഇരുന്നു റോമിൽ നിന്ന്. മുഹമ്മദ് അൽ ഹനഫിയ റളിയല്ലാഹു കൂളായിട്ട് അയാളാണ് പൊക്കിയെടുത്തു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു, മുഹമ്മദ് അൽ ഹനഫിയ റളിയല്ലാഹു അവിടെ ഇരുന്നിട്ട് 5 ഇഞ്ചിനൊന്ന് പൊക്കിയാണ്. അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ട് മുഹമ്മദ് അൽ ഹനഫിയെ ചെയ്യില്ല, പൊക്കി കിട്ടിയില്ലാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആരോഗ്യമുള്ള ഒരാളാണ് മുഹമ്മദ് അൽ ഹനഫിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്, ഫാത്തിമ ബീവിയുള്ള മറ്റൊരു ഭാര്യമാരുള്ളത്. അപ്പോൾ അവരുടെ ഖബറുള്ളത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ അതുപോലെ ഈ തായിഫ് യുദ്ധം നടന്നത്, ഇപ്പോൾ ഈ ഉപരോധം നടന്നത് കോട്ടയിൽ കയറി വെച്ച് ഇവർ പുറത്തുനിന്ന് 40 ദിവസത്തോളം ആ സമയത്ത് പലപ്പോഴും അവർ അമ്പയും മറ്റൊക്കെ ചെയ്തപ്പോൾ ഒരു 12 പേര് ഷഹീദായിട്ടുണ്ട്. അപ്പോൾ ആ 12 പേര് സഹാബത്തും ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ട് ആദ്യം അബ്ബാസ് റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്യുക, മുഹമ്മദ് അൽ ഹനഫി സലാം അന്നെ സിയാറത്ത് ചെയ്യുക, അതിന് ശേഷം ശുഹദാക്കളെ അവിടെ പോയി സിയാറത്ത് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, അവിടെ പള്ളിയുണ്ട്. ഞാൻ കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ. അതായത് ഇവിടെ ഉമർ ഖാദി ഉണ്ടാക്കിയ പള്ളിയാണ് എന്ന് പറഞ്ഞ് മൗലവിമാർ കാണിച്ചു കൊടുക്കുന്ന ഒരു പള്ളിയുണ്ട്. പക്ഷേ ആ പള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചരിത്രം ഇത്ര കാലമായിട്ട് ആരും കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അവലംബോ ആരെങ്കിലും ഉണ്ടാക്കി. അപ്പോൾ ആ പള്ളി ഞാൻ കാണിച്ചു തരും. പക്ഷേ ആരോടും പോയിട്ട് എന്ത് ചെയ്ത്, ഫൈസ് മദീന നിങ്ങൾക്ക് ഇങ്ങനെ ഉമർ ഖാദി ഉണ്ടാക്കിയ പള്ളി കാണിച്ചു എന്ന് പറയരുത്. ഉമർ ഖാദിൻ്റെ പള്ളിയാണ് എന്ന് പറഞ്ഞ് നാട്ടിലെ ഉസ്താദുമാർ കാണിച്ചു തരുന്ന പള്ളി
പള്ളി നിങ്ങൾക്ക് കാണിച്ചത്. കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾ നാട്ടിൽ പോയിട്ട് തായ്ഫിൽ പോയി പറയുമ്പോൾ ഉമർ ഖാദിൻ്റെ പള്ളി കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അറിയാം അയാൾ കാണിച്ചത്, അപ്പോൾ അയാൾ പറ്റിച്ചെന്ന് കരുതരുത് ചോദിച്ചു. പക്ഷേ അതിനെന്തില്ല, അങ്ങനെ ചരിത്രമില്ല. അതായത് ഉമർ ഖാദ് ഇവിടെ വന്നു എന്നുള്ളതിനോ അല്ലെങ്കിൽ ആ പള്ളി ഉണ്ടാക്കി എന്നുള്ള ചരിത്രമില്ല. ആ പള്ളിൻ്റെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്നാണ്, ഇന്ത്യക്കാരെ പള്ളി എന്നാണ്. തായ്ഫിലെ ചരിത്രകാരന്മാരൊക്കെ അതിനെക്കുറിച്ച് എഴുതിയത് പഴയ കാലത്ത് ഇന്ത്യക്കാരായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പണ്ട് ഇന്ത്യ ഒന്നായിരുന്ന സമയത്ത്, അതായത് മുറിക്കണതിന് മുമ്പുള്ള ഇന്ത്യയിൽ അന്നത്തെ ആളുകൾ ജോലിക്കാരൊക്കെ ഇവിടെ നിന്ന് താമസിക്കുക, അവർ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കൂടുന്ന അങ്ങാടിയായിരുന്നു. അവിടെ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അതിന് മസ്ജിദുൽ ഹുനൂദ് എന്നാണ് പള്ളിൻ്റെ പേര്, ഇന്ത്യക്കാരുടെ പള്ളി എന്നാണ്. അപ്പോൾ ആ പള്ളി കാണിച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ഉമർ ഖാദ് ഉണ്ടാക്കിയ പള്ളിയാണെന്ന് പറയാം. പക്ഷേ അതിന് അവലംബം ആരും ഞാൻ പല സ്ഥലമാരോട് ചോദിച്ചെങ്കിൽ കിട്ടിയിട്ടില്ല, എൻ്റെ അടുത്തും തെളിവില്ല. അതുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോയിട്ട് കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പറ്റിക്കപ്പെട്ടു നിങ്ങൾക്ക് തോന്നരുതെന്ന് വിചാരിച്ചിട്ട് മാത്രം. അപ്പം എന്താ പേര് ബിസ്മില്ലാ, നമ്മൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ല, മകൻ അബ്ദുല്ലാഹിബ്ൻ. അങ്ങോട്ട് കുറച്ച് ഉണ്ട് അവിടെ മഴ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് നല്ല കാറ്റില്ല. എന്തിനൊക്കെ വേണ്ടാറ്റി പറഞ്ഞാൽ ഈ കെട്ടിൻ്റെ ഉള്ളിലാണ്, പഴയ കാലത്താണ്. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഉയർത്തി കെട്ടിയിട്ടുണ്ട്. ഒരടുപ്പിച്ചു ആ ബാക്കിൽ തന്നാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ഖബറുള്ള, ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാറ്. എല്ലാവരും അപ്പോഴേ മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു എളാപ്പാൻ്റെ കുട്ടി അബ്ബാസ് റളിയല്ലാഹു അവരുടെ മകനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു ഈ കെട്ടിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ അവരുടെ തന്നെയാണ് മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്നത് സാബി, രണ്ടുപേരും ഉള്ളത്. ഇവിടെയാണ് അവരെ മറുപടി, ഈ കെട്ടിനുള്ളിൽ. ഇപ്പോൾ അവർ ഒഴിവാക്കിയപ്പോൾ നല്ല ഉയർത്തി കെട്ടിയിട്ട് കാണാൻ പറ്റാത്ത സിറ്റുവേഷനിലാക്കി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അവരുള്ളത്. അപ്പം എന്ത് ചെയ്യുക, അവർക്ക് സലാം പറയാം, അതിൻ്റെ നേരെ ബാക്കിൽ പറഞ്ഞപ്പോൾ ശ്രോതാക്കളെ പറഞ്ഞു.